chapter 9, യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 39-ാമത്തെ വാക്യം. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടർ ആകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. യേശു കർത്താവ് ഈ ഒരു പ്രസ്താവന നടത്തിയത് അമ്മയുടെ ഉദരം മുതൽ കുരുടനായ അന്ധനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയ പശ്ചാത്തലത്തിൽ ആ കുരുടന് ലഭിച്ച സൗഖ്യത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ ഒരു കൂട്ടം ആളുകൾ ആ സൗഖ്യത്തെ വിമർശിക്കുകയും ആ സൗഖ്യമായവനെ വിധിക്കുകയും അവനെ പള്ളിയിൽ നിന്നും പട്ടണത്തിൽ നിന്നും ഒക്കെ പുറത്താക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരു പൊതുസമൂഹത്തോട് യേശു കർത്താവിന് പറയേണ്ടി വന്ന ഒരു പ്രസ്താവന, ഒരു വചനമാണ് ഇപ്പോൾ വായിച്ചത്. ഇനി നമ്മൾ ആ സംഭവത്തിലേക്കൊന്ന് പോകാൻ പോവുകയാണ്. ഈ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവൻ കടന്നു പോകുമ്പോൾ ജന്മന കുരുടനായ മനുഷ്യനെ കണ്ടു. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നു, ഗുരു, ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. 3-ാം വാക്യത്തിൽ യേശു പറയുന്നു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ഇത്രയും കേട്ടോ? ഇത്രയും മനസ്സിലായോ? അവിടുന്ന് തുടങ്ങാം നമുക്ക്. ഹല്ലേലൂയ, സ്തോത്രം. 1-ാമത്തെ വാക്യം, യേശു കടന്നു പോകുമ്പോൾ. അപ്പോ ഏതോ ഒരു സാഹചര്യത്തിലൂടെ, ഏതോ ഒരവസ്ഥയിലൂടെ യേശു കടന്നു പോവുകയാണ്. ആ കടന്നുപോക്കിലാണ്, അതിനെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് ഈ വഴിയരികിലിരിക്കുന്ന ഈ കുരുടനെ യേശു കർത്താവ് കാണുന്നത്. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അവൻ കടന്നു പോകുമ്പോൾ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും 8-ാം അധ്യായത്തിൽ, 8 കഴിഞ്ഞാലല്ലേ 9 ഉള്ളൂ, ഉറപ്പായിട്ടും 8-ാം അധ്യായത്തിൽ യേശു എന്തിലൂടെ കടന്നുപോയി എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കണം. അതറിയണമെങ്കിൽ ഇനി 8-ാം അധ്യായത്തിലേക്ക് പോകണം. 8-ാം അധ്യായം 13-ാം വാക്യം. പരീശന്മാർ അവനോട്, നീ നിന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. അപ്പോ നീ സാക്ഷിയില്ലാത്തവനാണ്, നിന്റെ ടെസ്റ്റിമണി ട്രൂത്ത് അല്ല. ഒന്ന് ഓർത്തു നോക്കിയേ, ഒരു മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യാവുന്നതിൽ ഒരു വലിയ വാക്കാണ് നീ സാക്ഷിയില്ലാത്തവനാണ് എന്ന് മുഖത്തു നോക്കി പറയുന്നത്. അങ്ങനെ നീ സാക്ഷ്യമില്ലാത്തവൻ, സത്യസന്ധതയില്ലാത്തവൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിന്റെ ഇടയിലൂടെ യേശു കടന്നുപോയി. ഇനി 41-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നു. നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട് ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ലെന്ന് പറഞ്ഞാൽ വി ബി നോട്ട് ബോൺ ഓഫ് ഫോർണിക്കേഷൻ. നല്ല ഇൻസൾട്ട് ആണോ ആ ചോദ്യം ചോദിച്ചേ? അപ്പൊ അന്ന് യേശു പരിശുദ്ധാത്മാവിൽ ജനിച്ചതുകൊണ്ട് മറിയം ജോസഫിനെ വിവാഹം കഴിക്കുന്നതിന് മുൻപേ കന്യകയായിരിക്കുമ്പോൾ തന്നെ ഗർഭവതി ആയതുകൊണ്ട് ഇവരുടെ എല്ലാവരുടെ ഉള്ളത്തിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു.
ഇവന്റെ അപ്പൻ ആരാന്ന്. പിടികിട്ടിയോ? കാരണം യേശു പരിശുദ്ധാത്മാവിൽ ജനിച്ചവനെന്നും യേശു ദൈവത്തിന്റെ പുത്രനെന്നും ആ നാട്ടിലെ അധികം ആളുകൾക്ക് അറിവില്ലായിരുന്നു. പിന്നെ കുറച്ച് ആളുകൾ അറിഞ്ഞു. അറിഞ്ഞവരെയും പിശാച് കുരുടാക്കി കളഞ്ഞു. പിന്നെ യോഹന്നാൻ സ്നാപകനെ ഉൾപ്പെടെ. സ്നാപക യോഹന്നാൻ യോർദാൻ നദിയിൽ സ്നാനപ്പെടുത്തുമ്പോൾ സ്വർഗം തുറന്നു. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദമുണ്ടായി. പക്ഷെ അത് കേട്ട ഇതാ വരുന്ന ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് അവിടെ വെച്ച് യേശുവിനെ സാക്ഷ്യപ്പെടുത്തിയ യോഹന്നാൻ സ്നാപകൻ പോലും ഹെരോദാവിന്റെ കാലത്തുള്ള പ്രതിസന്ധിയുടെ നടുവിൽ, വെല്ലുവിളിയുടെ നടുവിൽ സ്നാപക യോഹന്നാൻ ആളയച്ച് ചോദിച്ചു, വരുവാനുള്ളവൻ നീ തന്നെയാണോ, അതോ മറ്റാർക്കെങ്കിലും വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണോ? അപ്പൊ യേശു പറഞ്ഞു, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. അപ്പോ നിന്റെ സാക്ഷ്യം ശരിയല്ല, നീ സത്യസന്ധതയുള്ളവനല്ല എന്ന് പറഞ്ഞവരുടെ ഇടയിലൂടെ യേശു കടന്നുപോയി. മുഖത്ത് നോക്കി നിന്റെ അപ്പൻ ആരാണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചവരുടെ ഇടയിലൂടെ യേശു കടന്നുപോയി. ഇനി 48 വാക്യം നോക്കി. യഹൂദന്മാർ അവനോട്, നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ശമര്യൻ എന്ന് പറയുന്ന ഒരു ജാതി പേരാണ്, ഒരു ജാതിയാണ്. യേശുവിനെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പം ഇൻസൾട്ട് ചെയ്യും. അവർക്കറിയാം യേശു യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചതെന്ന് അവർക്ക് അറിയാമെങ്കിലും അവർ നമ്മുടെ ഭാഷയെ പറഞ്ഞ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്യാണ്. നീ ശമര്യനല്ലേ? അപ്പൊ ആ ശമരിയ ജാതി എന്ന് പറയുന്നത് അവഗണിക്കപ്പെട്ട ഒരു കൂട്ടമാണ് അന്നത്തെ കാലത്ത്. നീ അവനല്ലേ, നീ അവരുടെ വിഭാഗത്തിലല്ലേ? പിന്നെ അടുത്ത വാക്ക് കേട്ടോ, നിന്റെ മേളിൽ നിൽക്കുന്നത് ഭൂതമാ. നീ ശമര്യനാണ്, നിനക്ക് ഭൂതമുണ്ട്. ഇതെല്ലാം അസൂയയാണ്. ബേസിക്കലി ഇതെല്ലാം ജലസിയാണ്. ഇവരൊക്കെ തലയും കുത്തി നിന്നിട്ടും 10 പേരെ കൂട്ടാൻ പറ്റുന്നില്ല. കർത്താവ് ചുമ്മാ ഇറങ്ങി വരുമ്പോൾ നോട്ടീസും ബാനറും ഇല്ലാതെ 5000 പേര് 10,000 പേരൊക്കെ വരികയാണ്. പോകുന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഇവര് തന്നെ പറഞ്ഞു, ജനമെല്ലാം അവന്റെ പിന്നാലെ ആയിപ്പോയല്ലോ, നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. പക്ഷെ ഇൻസൾട്ടാ കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആരെയും അപമാനിക്കരുത്. പക്ഷെ അപമാനം എന്തെന്ന് അറിഞ്ഞവനെയാണ് നീ ആരാധിക്കുന്നത്. അപവാദം എന്തെന്നും അപമാനം എന്തെന്നും അവഗണന എന്തെന്നും ജീവിതത്തിൽ അനുഭവിച്ചവനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അത് യേശു പറഞ്ഞല്ലോ. യേശു പറഞ്ഞായിരുന്നോ? അത് 49 വാക്യം നോക്കിയിട്ട് അതിന് യേശു, എനിക്ക് ഭൂതമില്ല, ഞാൻ എന്റെ പിതാവിനെ ബഹുമാനിക്കത്രേ ചെയ്യുന്നത്, നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. ഹല്ലേലൂയ. ഇനി 52 വാക്യത്തിൽ ഇത് പറയുമ്പോൾ അവർ ഒതുങ്ങേണ്ടതാ. പക്ഷെ അവരെന്താ ചെയ്തേ? യഹൂദന്മാർ അവനോട്, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. നേരത്തെ സംശയമുള്ളായിരുന്നു, ഇവ കൺഫേം ആയെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിനക്ക് ഭൂതമുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. 57 വാക്യം നോക്കി. യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അതെന്താന്ന് മനസ്സിലായോ? നിനക്ക് 50 വയസ്സില്ലല്ലോ. ചോദിച്ചേട്ടോ, നിനക്ക് 50 വയസ്സായിട്ടില്ലല്ലോ, നിനക്ക് വലിയ പ്രായമൊന്നുമില്ലല്ലോ, നീ കൊച്ചുവായിൽ വലിയ വർത്താനം പറയരുത്. നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. വാസന്മാരൊക്കെ കേൾക്കുന്നുണ്ടോ? നമ്മുടെ ആത്മനാഥൻ, നമ്മുടെ കർത്താവ് എന്തിലൂടെയൊക്കെയാ പോയെന്ന് കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ചർച്ചിലുള്ളവർ കേൾക്കുന്നുണ്ടോ? സാക്ഷ്യവും സത്യസന്ധതയും ഇല്ലാത്തവൻ. ഒറ്റ വാക്യത്തിലെ നിങ്ങൾ എന്നെ ഇടയിൽ നോക്കി. യോഹന്നാൻ 9:1 ഒറ്റ വാക്യേ കിടപ്പുള്ളൂ, അവൻ കടന്നു പോകുമ്പോൾ. പക്ഷെ 8 അധ്യായത്തിൽ വരുമ്പോഴാണ് എന്തിലൂടെയൊക്കെയാ കടന്നുപോയെന്ന് കിടക്കുന്നേ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭീകരമായിരുന്നു. എന്തിലൂടെയൊക്കെയാണ് പാസ് ചെയ്തു പോയതെന്ന് ഞാനൊരു പ്രൊഫസി പറയുകയാണ്, ഞാനൊരു ഡിക്ലറേഷൻ ഇടുകയാണ്. ഈ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, നീ നദിയിലൂടെ കടക്കുമ്പോൾ
ആ നദി നിന്നെ കവിയുകയില്ല. അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? നീ ഒരു പ്രതിസന്ധിയിലും പെട്ട് കിടക്കില്ല. നീ സകലത്തെയും പാസ് ചെയ്യും. Hallelujah. Amen. ഹല്ലേലൂയ. Hallelujah. നീ നദിയിൽ കിടക്കുകയല്ല, നീ നദിയെ കടക്കുകയാണ്. യേശു ഈ വിമർശകന്മാരുടെ വെല്ലുവിളിക്കാരന്മാരുടെ ഇടയിൽ പെട്ട് കിടക്കുകയല്ലായിരുന്നു, ഇതിനെയെല്ലാം പാസ് ചെയ്ത് പോവുമായിരുന്നു. 59-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഭീകരമാകാണ് അന്തരീക്ഷം. അപ്പോൾ അവർ അവനെ എറിവാൻ കല്ലെടുത്തു. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലെടുത്തു. യേശുവോ മറഞ്ഞ് ദേവാലയം വിട്ടുപോയി. ഇനിയാണ് 9-ാം അധ്യായം തുടങ്ങുന്നത്. 59 വാക്യം കൊണ്ട് തീർന്നോ? 8-ാം അധ്യായം കഴിഞ്ഞോ? 9 തുടങ്ങുന്നത് എങ്ങനാ? അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. മനസ്സിലാവുന്നോ? ഇത്രയും സാഹചര്യം പിടികിട്ടിയോ? നിങ്ങൾ അവിടെ എത്തിയോ? ഓക്കെ, ശ്രദ്ധിക്കുക. എറിയാൻ കയ്യിൽ കല്ലെടുത്തവരുടെ നടുവിൽ, സാക്ഷ്യവും സത്യസന്ധതയും ഇല്ലാത്തവൻ എന്ന് പറഞ്ഞവരുടെ നടുവിൽ, നിന്റെ അപ്പൻ ആരാണ്, നീ ഒരു വ്യഭിചാരപുത്രനാണ് എന്ന് പറഞ്ഞവരുടെ നടുവിൽ, ജാതിപ്പേര് പറഞ്ഞ് അധിക്ഷേപിച്ച് നിനക്ക് ഭൂതമാണ് എന്ന് പറഞ്ഞവരുടെ നടുവിൽ, അപമാനിക്കുന്നവരുടെ നടുവിൽ, നിനക്ക് എത്ര പ്രായമായി, നീ മെച്ചുവേർഡ് അല്ല, നീ പക്വതയില്ലാത്തവനാണ് എന്ന് പറഞ്ഞവരുടെ നടുവിൽ, എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവരുടെ മധ്യയിലും അന്ധന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത് അവന്റെ കൈക്കുണ്ടായിരുന്നു. അന്ധന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത് അവന്റെ കരത്തിനുണ്ടായിരുന്നു. ഓ, എത്ര പേർക്ക് ഇത് മെസ്സേജ് അകത്തോട്ട് കയറുന്ന എനിക്കറിയില്ല. നിന്റെ പ്രതിസന്ധികളെക്കാൾ വലിയവനാണ് നിന്റെ ദൈവം. നിന്റെ വെല്ലുവിളികളെക്കാൾ വലിയവനാണ് നിന്റെ ദൈവം. നിന്നെ എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവരെക്കാൾ വലിയവനാണ് നിന്റെ ദൈവം. നീ അനുഭവിക്കുന്ന അപമാനങ്ങളെക്കായാലും അപവാദങ്ങളെക്കായാലും വിമർശകരെക്കായാലും വിമർശനത്തെക്കായാലും വലിയവനാണ് നീ സേവിക്കുന്ന ദൈവം എന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറ. Hallelujah. ചോദിക്കട്ടെ, എറിയാൻ ഈ കയ്യിൽ കല്ലെടുത്തവന്മാർക്കോ ഈ വിമർശനം പറഞ്ഞവർക്കോ ആ കുരുടന്റെ കണ്ണൊന്ന് തുറക്കാവോ? ആ, സൗഖ്യമാക്കാവോ? ഇവർക്കാകെ അറിയാവുന്നത് എറിയാനാണ്. ഇവർക്കാകെ അറിയാവുന്നത് അപമാനിക്കാനാണ്. അവരവരുടെ ജോലി ചെയ്യട്ടെ, കർത്താവിന്റെ ജോലി ചെയ്യട്ടെ. Amen. Hallelujah. Amen. നമ്മുടെ ഡ്യൂട്ടി അതല്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നോ? Yes. നിങ്ങളൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചോ? യേശു കർത്താവിന്റെ കുഞ്ഞുങ്ങളല്ല എന്ന് കൈ ഉയർത്തി. യേശു കർത്താവിന്റെ മക്കളുമാരല്ല. നിങ്ങൾ കൈ പൊക്കിയിലും പറയുന്നത് നിങ്ങൾ കർത്താവിന്റെ കുഞ്ഞുങ്ങളാണ്. Amen. മക്കളെ, ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഭൂതം ഉണ്ടെന്ന് യേശു പറഞ്ഞപ്പം യേശു തിരിച്ചു നിന്ന് തെളിയിക്കാൻ പോയോ എനിക്ക് പരിശുദ്ധാത്മാവാണ്? ഇല്ല. എനിക്ക് നിങ്ങൾക്ക് ഒന്നും തെളിയിക്കാനില്ല. Amen. പക്ഷെ എല്ലാം തെളിയും. Yes. Amen. അത് തെളിയിക്കുന്നത് ദൈവമായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. Hallelujah. അന്നെല്ലാ വായു അടയും. ഒരുത്തനും തടയാൻ കഴിയാത്ത നിലയിൽ, ഒരു ശക്തികൾക്കും ഒതുക്കാൻ കഴിയാത്ത നിലയിൽ, ഒരു വ്യക്തികൾക്കും അനങ്ങാൻ കഴിയാത്ത നിലയിൽ, എല്ലാ മുട്ടും മടങ്ങത്തക്ക നിലയിൽ, എല്ലാ നാവും ഏറ്റുപറയത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. പക്ഷെ ഇതാണ് യേശു, ഇതാണ് നമ്മുടെ കർത്താവ്. മനസ്സിലായോ? യേശുവിന്റെ ഫോക്കസ് അപമാനിക്കുന്നവരിലേക്കായിരുന്നില്ല. യേശുവിന്റെ ഫോക്കസ് വിമർശകന്മാരിലേക്കായിരുന്നില്ല. യേശുവിന്റെ ഫോക്കസ് എറിയാൻ കയ്യിൽ കല്ലുമെടുത്ത് നിൽക്കുന്നവന്റെ കയ്യിലെ കല്ലെണ്ണുന്നതായിരുന്നില്ല. യേശുവിന്റെ ദൗത്യം പിതാവ് തന്നെ ഏൽപ്പിച്ചത്
ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് സ്വാതന്ത്ര്യവും ഉണ്ടാകാൻ നിയോഗിച്ചെങ്കിൽ യേശുവിന്റെ നോട്ടം ആ മേഖലയിലായിരുന്നു. Amen. യേശു ശ്രദ്ധിക്കുന്നത് വിമർശിക്കുന്നവരെ അല്ല, വിശ്വസിക്കുന്നവരെയാണ്, Hallelujah. സ്വീകരിക്കുന്നവരെയാണ്, Amen. ഏറ്റെടുക്കുന്നവരെയാണ്. Amen. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാൻ തയ്യാറാകുക. അവന്റെ കണ്ണുകൾ നിന്റെ മേൽ പതിയട്ടെ, അവന്റെ നോട്ടം നിന്റെ മേൽ വരട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ, വിടുതലുകൾ ഇതിന്റെ നടുവിൽ നടക്കട്ടെ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ശരിയല്ലേ? Amen. നമ്മുടെ ഫോക്കസ് മാറരുത്. Amen. നമ്മുടെ ഫോക്കസ് മാറ്റാനാണ് പല ഇൻസിഡന്റുകളും പിശാച് ഉണ്ടാക്കുന്നത്. Amen. പിടികിട്ടിയോ? എനിക്കറിയാം വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ കണ്ടിട്ട് ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഒത്തിരി മക്കളുമാർ ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശ്രദ്ധ കർത്താവിൽ നിന്ന് മാറ്റി ഇതിലേക്കാകരുത്. ബാങ്കിൽ നിന്ന് ജപ്തിയുടെ നോട്ടീസ് വന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഇതിലിരിപ്പുണ്ട്. മക്കളെ ഓർത്ത്, തലമുറകളെ, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവർ ഇതിലിരിപ്പുണ്ട്. നിങ്ങൾ അതിനകത്ത് ശ്രദ്ധ വെച്ച് അങ്ങ് വറീഡായി, ആങ്ഷ്യസ് ആയി, ടെൻഷനായി കിടക്കുമ്പോൾ പിശാചിന് കുറച്ചുകൂടെ പ്രവർത്തിക്കാൻ എളുപ്പമാവും. എന്നാൽ നിങ്ങൾ ഇതിനെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ കണ്ണുകൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശു ക്രിസ്തുവിൽ ഉറപ്പിച്ച് നിങ്ങൾ പോകുന്നെന്ന് കണ്ടാൽ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും. സകല സാഹചര്യങ്ങളും മാറാൻ തുടങ്ങും. ചേർന്നൊരു ആമീൻ പറഞ്ഞേ. എബ്രായർ 12:2 എഴുതിയിരിക്കുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. മക്കളെ വീട് ശ്രദ്ധിച്ചോ? അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി സന്തോഷം ഓർത്തു. എന്ന് വെച്ചാൽ ഇൻസൾട്ട് ചെയ്യുക, ഡിസ്കറേജ് ചെയ്യുക. പക്ഷെ തന്റെ മുമ്പിലുള്ള സന്തോഷത്തെ ഓർത്തു. കർത്താവിന്റെ കേസിൽ വേറെ കേട്ടോ, ഇത് ഞങ്ങളുടെ കേസ് പറഞ്ഞ. കർത്താവിന്റെ കേസിൽ തന്റെ മുമ്പിൽ വെളിപ്പെട്ട എല്ലാ അപവാദത്തെയും അപമാനങ്ങളെയും അലക്ഷ്യമാക്കി എന്ന് പറഞ്ഞാൽ എന്തുവാ? മലയാളത്തിൽ അതൊരു നല്ല മനസ്സിലാവുന്ന ഒരു ഭാഷയല്ല. വകവെച്ചില്ല, അവൻ അതിനെ വകവെച്ചില്ല, സന്തോഷം ഓർത്തു. എപ്പോഴും ഓർക്കണം, ഞാൻ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും പറയുന്നു, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സകല തിന്മകൾക്കും ഒരു ഷോർട്ട് പീരീഡേ ഉള്ളൂ, ഒരു ചുരുങ്ങിയ കാലമേ ഉള്ളൂ. പക്ഷെ ഒരു ദീർഘകാല അനുഗ്രഹം, വിടുതൽ നിങ്ങളുടെ മുന്നിൽ. അത് വിശ്വസിക്കുന്നവരൊന്ന് കരമടിച്ച ദൈവത്തിന്. ഈ പ്രതികൂലം നീണ്ടവയല്ല, ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നവയല്ല. എന്നും കരച്ചിലല്ല, എന്നും കണ്ണുനീരല്ല, എന്നും പട്ടിണിയല്ല, എന്നും ദാരിദ്ര്യമല്ല. എന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു നന്മ, ഒരു അനുഗ്രഹം, ഒരു വിടുതൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറയാം. അതുകൊണ്ടാണ് 3-ാം വാക്യത്തിൽ നമ്മളോട് പറയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ. ഇടയ്ക്കൊക്കെ മടുപ്പുണ്ടാകുന്നവരെന്ന് കൈവെക്കാവും. ഇടയ്ക്കൊക്കെ മടുപ്പുണ്ടാകുന്നവരെന്ന് കൈ ഉയർത്താവും. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിക്കാതെ മടുക്കാതിരിക്കാൻ 2 കാര്യങ്ങൾ സഭയോട് പറയുന്നു. ഒരു സാഹചര്യവും കണ്ട്, ഒരു തിന്മയും കണ്ട് ക്ഷീണിച്ചു പോകരുത്. ഒരു സിറ്റുവേഷനിലും മടുത്തു പോകരുത്. ഹല്ലേലൂയ. നാഥന് മുൾമുടി നൽകിയ ലോകം നിങ്ങൾക്ക് സ്വർണ്ണ കിരീടം തരൂല. പറഞ്ഞേ, നാഥന് മുൾമുടി നൽകിയ ലോകം എനിക്ക് സ്വർണ്ണ കിരീടം തരികയില്ലെന്ന് പറഞ്ഞാട്ടെ. പറഞ്ഞില്ല, അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനി. ഇത്ര നല്ലവനായ, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത, ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലാത്ത നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും
പേരെനിക്കെന്തിനാ? ചേർന്നൊരാമയും പറയാവോ? Amen. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചു കൊള്ളുവീൻ. Amen. പരാജയപ്പെട്ടില്ല, പരാജയപ്പെടില്ല, Amen. പരാജയപ്പെട്ടില്ല, അവൻ പരാജയപ്പെടില്ല. Amen. ഈ 2026 the year of great victory ആണ്. I receive it. Amen. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാ സമയവും യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം തരുന്ന ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. Amen. നിങ്ങളുടെ കുടുംബത്തിൽ ജയമുണ്ടാകട്ടെ. Amen. പാപത്തെ ജയിക്കുന്നവരാകട്ടെ, രോഗത്തെ ജയിക്കുന്നവരാകട്ടെ, പിശാചിനെ ജയിക്കുന്നവരാകട്ടെ, സകല സാഹചര്യങ്ങളെയും ജയിച്ച് മുന്നേറുന്നവരാകട്ടെ. Hallelujah. ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. Hallelujah. ഞാൻ ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരോട് പറയുകയാണ്, മിദ്യാന്യ ശക്തികളെക്കാൾ ശക്തനായിരുന്നു ഗിദെയോൻ, അല്ലെങ്കിൽ ഗിദെയോന്റെ ദൈവം. അമാലിയൊക്കെ ശക്തിയേക്കാൾ ശക്തനായിരുന്നു മോശ, അല്ലെങ്കിൽ മോശയുടെ ദൈവം. Amen. ഗോലിയാത്തിനേക്കാൾ ശക്തനായിരുന്നു ദാവീദ്, അല്ല ദാവീദിന്റെ ദൈവം. Amen. അതുകൊണ്ട് നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ നിൽക്കുന്ന ശക്തികളെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും ആത്മാവിൽ ജയിച്ചു മുന്നേറാൻ ഈ 2026 അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങൾ പറയും, ഈ വർഷം എനിക്ക് എന്റെ ദൈവം വലിയ ജയം നൽകി, സകലത്തിന്റെ മേളിലും എനിക്ക് ജയം നൽകി. ഞാൻ പരാജയപ്പെടുമെന്ന് ചിന്തിച്ച മേഖലയിൽ, ഞാൻ തകർന്നു പോകുമെന്ന് ചിന്തിച്ച മേഖലയിൽ എന്റെ ദൈവം എനിക്ക് ജയം നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കേ, പിന്നെ ഒരു കാര്യം, നമ്മളെ ആവശ്യമില്ലാത്തവർ ന്യൂനപക്ഷമാണ്, പക്ഷെ നമ്മളെ ആവശ്യമുള്ളവർ ഭൂരിപക്ഷമാണ്. Amen. അത് കർത്താവിന്റെ കാര്യത്തിൽ വ്യക്തമല്ലേ? അവിടെ നിന്ന് അലയ്ക്കുന്ന 1-2 പരീശന്മാരാണോ കർത്താവിന്റെ കൂടെ? ലക്ഷങ്ങൾ, 10,000ങ്ങൾ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു, യേശു കണ്ടു. ഞാൻ യേശുവിനെ കണ്ടതല്ല അത്ഭുതം, യേശു എന്നെ കണ്ടതാണ്. Amen. മനസ്സിലായോ? Amen. അപ്പൊ പ്രധാനമന്ത്രിയെ എല്ലാവർക്കും അറിയാം, പക്ഷെ പ്രധാനമന്ത്രിക്ക് എല്ലാരെയും അറിഞ്ഞൂടാ. Amen. പക്ഷെ അത്ഭുത മന്ത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവനെ അറിയാത്തവരെയും അവൻ അറിയാം. Amen. Hallelujah. ഒരു പക്ഷെ ഇന്ന് വരെ ചേട്ടൻ, ചേച്ചി, ബ്രദർ, സിസ്റ്റർ ഈ യേശുവിനെ അറിഞ്ഞ ആളായിരിക്കത്തില്ല, പക്ഷെ നിങ്ങളെ കർത്താവിന് കൃത്യമായിട്ട് അറിയാം. Amen. നിങ്ങൾ ആരാന്നും എന്താന്നും. അപ്പൊ യേശു എന്നെ കണ്ടു എന്ന് പറയുന്നതാണ് ഞാൻ അവനെ കണ്ടു എന്ന് പറയുന്നതിനേക്കാൾ വലിയ അത്ഭുതം. ഞാൻ ദൈവത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നതിനേക്കാൾ വലിയ അത്ഭുതമാണ് ദൈവം എന്നെ സ്നേഹിച്ചു എന്ന് പറയുന്നത്. Amen. ഇത് രണ്ടും രണ്ടാ. ഞാൻ എന്റെ ദൈവത്തിന്റെ കൈ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ വലിയ കാര്യമാണ് അവന്റെ കൈ എന്നെ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. Amen. Jesus. ഓ, ഞാനിത് പറയുമ്പോൾ ഐ ആം ഫീലിംഗ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഞാൻ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ്. Amen. Jesus. അവന്റെ കൈ എന്നെ പിടിച്ചിട്ടുണ്ട് എന്ന് പറയും. Amen. നമ്മൾ ഈ വായിച്ച ഭാഗത്ത് ഈ കുരുടന് ബൈബിളിലെ മറ്റ് പല കുരുടന്മാരിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തതയുണ്ടായിരുന്നു. ശിഷ്യന്മാര് ചോദിക്കുകയാണ്, ഗുരു, ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു? അപ്പൊ ഇത് 9-ാം അധ്യായത്തിലാ ചോദിക്കുന്നേ. കാരണം 5-ാം അധ്യായത്തിൽ 5-ാം അധ്യായം എടുത്തേ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. പാപം ചെയ്യരുത്. 9-ാം അധ്യായത്തിൽ വരുമ്പോ ഒരു കുരുടനെ കണ്ടപ്പോ
ശിഷ്യന്മാര് ചോദിക്കുകയാണ്, ഗുരു, ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു? ഇതാരുടെ കുറവാ? നിങ്ങൾ അങ്ങനെ ചോദിക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആരുടെ കുറവാണ്? എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്തെങ്കിലും ശാപമാണോ? എന്റെ അപ്പനപ്പന്മാർ ചെയ്ത അകൃത്യം കൊണ്ടാണോ? ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി ആരുടെ പ്രാക്കാണ്, ശാപമാണ്, തിന്മയാണ്? എന്ത് കാരണം കൊണ്ടാണ് ഞാൻ ഇത് അനുഭവിക്കുന്നത്? ചോദ്യമുണ്ടോ? ചോദ്യമുണ്ടോ? ശിഷ്യന്മാരിതാ ചോദിച്ചത്. ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു? ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തത് കൊണ്ടാണോ? അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചത് എന്തുകൊണ്ട് ഇവൻ കുരുടനായി എന്നാണ്. ഇവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തുകൊണ്ടാണോ ഇവൻ കുരുടനായെന്ന് ചോദിക്കുമ്പോ എന്താണ്, വാട്ട് ഈസ് എ റീസൺ? നമ്മളെല്ലാം റീസൺ അന്വേഷിക്കുന്നവരാണ്. നമ്മളെല്ലാം കാരണം അന്വേഷിക്കുകയാണ്. എന്തുകൊണ്ട് എന്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചു? ഇത്രയും പ്രാർത്ഥിക്കുന്ന എന്റെ ലൈഫിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നു? ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലാത്ത എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ വൈഷമ്യങ്ങൾ സംഭവിക്കുന്നു? എല്ലാവരുടെയും നന്മ മാത്രം പ്രതീക്ഷിച്ച എനിക്ക്, എന്റെ മക്കൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു? ഈ ചോദ്യം പലരുടെ ഉള്ളിലുണ്ട്. ശിഷ്യന്മാർ ഇതാ ചോദിച്ച, എന്തുകൊണ്ട് ഇവൻ കുരുടനായി? വാട്ട് ഈസ് എ റീസൺ? ഇവന്റെ പാപമാണോ? ഇവന്റെ അമ്മയപ്പന്മാരുടെ പാപമാണോ? പിതാക്കന്മാരുടെ ശാപമാണോ? യേശു മറുപടി പറഞ്ഞത്, എന്തുകൊണ്ട് ഇവൻ കുരുടനായി എന്നുള്ളതിനല്ല, എന്തിനു വേണ്ടി അവൻ കുരുടനായി. Amen. Yes, amen. എന്തിനു വേണ്ടി അവൻ കുരുടനായി? ഇവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തത് കൊണ്ടല്ല, ദൈവപ്രവൃത്തി ഇവനിൽ വെളിപ്പെടാനത്രേ. Amen. Hallelujah. Amen. Jesus. Are you listening me? Yes, amen. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടില്ല ബ്രദറെ. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു? എന്തുകൊണ്ട് ഈ പ്രതിസന്ധി ഉണ്ടായി? എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നിങ്ങൾ തലയും കുത്തി അന്വേഷിച്ചാലും നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടില്ല. പക്ഷെ മറുപടി ഇപ്പുറത്ത് തരാം. എന്തിനു വേണ്ടി ഇത് സംഭവിച്ചു? ലാസറിന്റെ ഭവനത്തിൽ യേശു വരുന്നതിന് മുൻപ് യേശു പറഞ്ഞു, ഈ ദീനം മരണത്തിനല്ല, ഇത് ദൈവപുത്രൻ മഹത്വപ്പെടുവാനത്രേ. നിന്റെ സകല പ്രശ്നങ്ങളെയും എന്റെ ദൈവം ഒരു സാക്ഷ്യമാക്കി മാറ്റും. ആമേൻ. എന്തുകൊണ്ട് എന്ന് നീ ചോദിച്ച പലതിനും എന്തിനു വേണ്ടിയായിരുന്നു അത് സംഭവിച്ചത്? എന്തിനു വേണ്ടി ദൈവം എന്നെ അതിലൂടെ കടത്തിവിട്ടു? ദൈവം എന്തിനു വേണ്ടി അത് അനുവദിച്ചു? ദൈവം എന്തുകൊണ്ട് ആ സാഹചര്യം അനുവദിച്ചു എന്ന് ചോദിക്കുമ്പോൾ മറുഭാഗത്ത് നിനക്ക് ഉയർത്തി പിടിക്കാൻ ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. ആത്മാവിൽ പിടിച്ചോ, സ്തുതിച്ചോ, ആരാധിച്ചോ, ഏറ്റെടുത്തോ. കരമടിക്കേണ്ടവർക്ക് കരമടിക്കാം, ആത്മാവിൽ സ്തുതിക്കാം. ഈ 2026 എന്റെ ഭവനത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ തലമുറയുടെ മേൽ, എന്റെ സഭയുടെ മേൽ, എന്റെ ശുശ്രൂഷയുടെ മേൽ, എന്റെ ദേശത്തിന്റെ മേൽ, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ, എന്റെ ബിസിനസിന്റെ മേൽ, എന്റെ സാമ്പത്തിക മേഖലയിൽ, എന്റെ ആരോഗ്യത്തിൽ ഈ വർഷം ഒരു ദൈവ പ്രവൃത്തി ഉണ്ടാകും. യേശുവിൻ നാമത്തിൽ ഉണ്ടാകും. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. ചോദിച്ചിട്ടും കാര്യമില്ല, എനിക്കതിന് ഉത്തരം കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഓ, എന്തിനെന്നു ആ കരങ്ങൾ ഉയർത്തി പാടിയ ചോദിക്കില്ല ഞാൻ. എന്റെ ആ കൈകൾ ഉയർത്തി പറഞ്ഞേ, ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ
അതുകൊണ്ട് ആ കരങ്ങൾ ഉയർത്തി പറഞ്ഞു, എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഈ പ്രളയത്തിനപ്പുറത്ത് ഒരരാരത്ത് പർവ്വതം നിനക്കുണ്ട്. Amen. ഈ ചെങ്കടലിനപ്പുറത്ത് ഒരു വാഗ്ദത്ത ദേശം നിനക്കുണ്ട്. Amen. Thank you Holy Spirit. Thank you Holy Spirit. ഞാൻ ആത്മാവിൽ തിരിച്ചറിയുകയാണ്, ഈ എരിയുന്ന തീച്ചൂളകൾക്കപ്പുറത്ത് നിന്നെ രാജ്യത്തിന്റെ പ്രതിനിധിയാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. I receive it. ഈ പൊട്ടക്കിണറുകൾക്കും കാരാഗ്രഹത്തിനും പൊത്തീഫറിന്റെ ഭാര്യ ഉന്നയിക്കുന്ന അപവാദങ്ങൾക്കും അപ്പുറത്ത് നിനക്ക് ഞാൻ ഒരുക്കിയിരിക്കുന്ന ഒരു പദവിയുണ്ട്. ഇതിനപ്പുറത്ത് ഒരു വെളിച്ചമുണ്ട്. ഈ കല്ലറയ്ക്കും ക്രൂശീകരണത്തിനും അപ്പുറത്ത് എനിക്കൊരു ഉയർപ്പുണ്ട്. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേർ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്? Thank you Holy Spirit. Thank you Holy Spirit. ഈ കല്ലറകൾ കൊണ്ട് ഞാൻ കഴിയുകയില്ല, ഈ ക്രൂശീകരണം കൊണ്ട് ഞാൻ തീരുകയില്ല. ഈ ചെങ്കടൽ എന്റെ അവസാനമല്ല, ഈ എരിയുന്ന തീച്ചൂളയോ സിംഹക്കുഴിയോ എന്റെ അവസാനമല്ല, ഈ മിദ്യാന്യ ശക്തികൾ എന്റെ അവസാനമല്ല, ഈ വെല്ലുവിളിക്കുന്ന ഫെലിസ്ത്യന്മാർ എന്റെ അവസാനമല്ല. ഇതിനപ്പുറത്ത് എന്റെ ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വാഗ്ദത്തത്തിൽ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മയിൽ ഞാൻ പ്രവേശിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഓ എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതോ തീരല്ല, എന്റെ യേശുവിൻ കരങ്ങളില. ഞാൻ വീഴുന്നതോ തീരല്ല, എന്റെ യേശുവിൻ കരങ്ങളില. അതുകൊണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ഓ എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. അത് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഞാൻ ഒരു കാര്യം ഇവിടെ ഈ മെസ്സേജിൽ നിന്ന് കൊണ്ടുവന്ന് പറയുകയാണ്, അല്ലെങ്കിൽ അതിൽ പരിശുദ്ധാത്മാ തരുന്ന ഒരു നിയോഗത്തെ അതിനകത്ത് ആഡ് ചെയ്യുകയാണ്. ചില മണിക്കൂറുകളുടെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ അവൻ കടന്നു പോകുമ്പോൾ എന്നല്ലേ എഴുതിയിരിക്കുന്നത്. ചില മണിക്കൂറുകളുടെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ യേശു ജന്മനാ പ്രതിസന്ധി അനുഭവിക്കുന്നവനെ വിടുവിക്കുകയാണ്. Amen. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നു, നിങ്ങളുടെ ചില മണിക്കൂറുകളുടെ പ്രതിസന്ധികൾ Yes. ജന്മനാ പ്രതിസന്ധിയിലിരിക്കുന്നവർക്ക് വിടുതലാകാൻ പോവുകയാണ്. I receive it. Amen. ഞാൻ ഒന്നും കൂടെ അതിനെ ഡെപ്തിലോട്ട് കൊണ്ടുപോവാണ്.
നിന്നെ ചില മണിക്കൂറുകളുടെ ആഴ്ചകളുടെ പ്രതിസന്ധിയിലൂടെ ദൈവം കൊണ്ടുപോയത് വർഷങ്ങൾ പ്രതിസന്ധിയിൽ കടന്നവരെ വിടുവിച്ചെടുക്കുവാൻ വേണ്ടി. Amen. Hallelujah. ഞാൻ എൻ്റെ പ്രിയ മക്കളോട് പറയുന്നു, മക്കളെ, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഒന്നും കണ്ടോണ്ട് പുറകോട്ട് പോകില്ല. മണിക്കൂറുകളുടെ പ്രതിസന്ധിയിലൂടെ പോയവൻ ജന്മനാ പ്രതിസന്ധിയിലിരിക്കുന്നവന് വിടുതലായി മാറുകയാണ്. Amen. എൻ്റെ ദൈവം ആരാന്ന് നീ കാണും. Amen. ഒന്നാമത്തെ പ്രത്യേകത, കുരുടനൊറ്റ പ്രശ്നമേ ഉള്ളൂ, കാണാൻ പറ്റാത്തവൻ, കാഴ്ചയില്ലാത്ത. പക്ഷേ ഈ പുള്ളിക്കാരൻ കുറച്ച് വ്യത്യസ്തനായിരുന്നു. ഒന്ന്, എല്ലാം ഉണ്ടായിട്ടും ഭാവി നഷ്ടപ്പെട്ടവൻ. ഈ കുരുടന്റെ പ്രത്യേകത ഏതായിരുന്നു? കേട്ടായിരുന്നോ? എല്ലാരും ഉണ്ടായിട്ടും ഭാവി നഷ്ടപ്പെട്ടവനായിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, ബ്രദർ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. പറയാം, ശ്രദ്ധിച്ച് കേട്ടാ പറയാം. ഇവന്റെ കണ്ണ് യേശു സൗഖ്യമാക്കി. ഇവന്റെ കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടി. ഇവൻ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ യഹൂദന്മാരെല്ലാം കൂടെ ഇളകി മറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ ഇവന്റെ വീട്ടിൽ ചെന്നു. യോഹന്നാൻ 9:20. അവന്റെ പേരൻസിനോട് ചോദിക്കുകയാണ്. അവന്റെ അമ്മയപ്പന്മാർ അതിന് മറുപടി പറയുക, കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവൻ ഇപ്പോൾ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അവർ അവരോട് ചോദിച്ചു. ആരോടാ ചോദിച്ചത്? പേരൻസിനോട്. എവിടാ പോയത്? അവന്റെ വീട്ടില്. മനസ്സിലായോ? അപ്പൊ അവന് വീടുണ്ടായിരുന്നോ? അപ്പനും അമ്മ ഉണ്ടായിരുന്നോ? ഈ യാചകൻ, ഭിക്ഷക്കാരൻ, വഴിയിലിറങ്ങി യാചിക്കുന്നവൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു സാധനമുണ്ട്, ആരോരും ഇല്ല. പക്ഷെ ഇവൻ അങ്ങനെ അല്ലായിരുന്നു. ഇവന് വീടുണ്ടായിരുന്നു, ഇവൻ അമ്മയപ്പന്മാരുണ്ടായിരുന്നു. ഇനി അടുത്തത് നിങ്ങളെ ഞെട്ടിക്കും. ഇവനൊരു പള്ളിയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ഇവനൊരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പനമ്മയും മാത്രമല്ല, വീട് മാത്രമല്ല, ഇവനൊരു ചർച്ച ഉണ്ടായിരുന്നു. 9:22. യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളിഭ്രഷ്ടനാകണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അപ്പൊ യഹൂദന്മാര് തമ്മിൽ പറഞ്ഞൊത്തിട്ട വന്ന് ഇവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കണമെന്ന്. മെമ്പർഷിപ്പ് ഇല്ലാത്തവനെ പുറത്താക്കാൻ പറ്റൂ? ഇല്ല. അപ്പൊ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, പള്ളിയും പള്ളിക്കാരും ഉണ്ടായിരുന്നു, ആ പള്ളി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയൊരു സംഭവം കേൾക്കണോ? ഈ അധ്യായം പഠിക്കുമ്പോഴേ നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷ് ബൈബിൾ, ഈ NKJV KJV ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ യേശു പറഞ്ഞ വാക്കുകൾ മാത്രം അതിൽ ചുവന്ന അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കേൾക്കുന്നോ? മലയാളം ചില ബൈബിളിലും കാണും. അതിനകത്ത് ഈ 9-ാം അധ്യായത്തിൽ 48ഓളം വാക്യങ്ങളുള്ള ഈ അധ്യായത്തിൽ 8 വാക്കുകൾ, 8 വാചകങ്ങളെ യേശു പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 40 വാക്കുകളും നാട്ടുകാർ ഇവന് വേണ്ടി പറഞ്ഞതാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവന്റെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് മനസ്സിലായോ? അവനൊരു വിഷയം ഉണ്ടായപ്പോ ആളുകളെല്ലാം കൂടെ ഇളകി വന്നുണ്ടോ? പള്ളിക്കാര്, നാട്ടുകാര്. അപ്പൊ അവന് പള്ളിക്കാരുണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു, അപ്പനും അമ്മയുണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നുമാകാതെ പോയവൻ. ഇങ്ങനെ ആരെങ്കിലും ഇന്നിവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിന്റെ ഭാവിയെ തിരിക്കാൻ യേശു ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവേ, എല്ലാ സാഹചര്യങ്ങളും എനിക്കുണ്ടായിരുന്നിട്ടും ഞാൻ ഉദ്ദേശിച്ചെടുത്ത് എനിക്ക് എത്താൻ പറ്റിയില്ല എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിനക്കൊരു പുതിയ ലൈഫ് തരാൻ
Yes. നിനക്കൊരു പുതിയ ജീവിതം തരാൻ, Amen. നിന്റെ ഭാവിയെ ശോഭനമാക്കാൻ Amen. യേശു ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. Hallelujah. Rababa shekele rasmiya labana. എനിക്ക് അപ്പനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, Amen. എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, എനിക്കെല്ലാം ഉണ്ടായിരുന്നിട്ട് കർത്താവേ എൻ്റെ ഭാവി നഷ്ടപ്പെട്ടല്ലോ, എനിക്കൊന്നും ആകാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ നിരാശയുള്ള ഏതെങ്കിലും മക്കളുമാരെന്നെ കേൾക്കുന്നെങ്കിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് നിന്റെ ഭാവിയെ തിരിക്കാൻ Amen. യേശുവിന് കഴിയും. Amen. ഒരൊറ്റ പ്രവചനം കൊണ്ട്, ഒരൊറ്റ വാക്ക് കൊണ്ട്, ഒരൊറ്റ ദിവസം കൊണ്ട് സകലത്തെ തിരിച്ചു കളയും. Amen. ഇതിനകത്ത് ഈ നിലയിലുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, എല്ലാം ഉണ്ടായിട്ടും എനിക്കൊന്നും ആകാൻ പറ്റിയില്ല, അയ്യോ എൻ്റെ ഭാവി നഷ്ടപ്പെട്ടു, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെട്ടു, ഇത്രയും പ്രായമായി എന്നൊക്കെ പറയുന്ന ആരെങ്കിലും ഇരിപ്പുണ്ട്. എൻ്റെ പൊന്നച്ഛ, സഹോദര, സഹോദരി, ചേച്ചി, പെങ്ങളെ, ബ്രദറെ, സിസ്റ്ററെ, ഒറ്റ ദിവസം കൊണ്ട് നിന്റെ ചരിത്രത്തെ തിരുത്തി മറിക്കാം. Amen. എൻ്റെ ദൈവത്തിന് കഴിയും. Amen. ദൈവം ചില ജനാലകൾ നമ്മുടെ മുമ്പിൽ അടയ്ക്കുന്നത് Yes. ചില കതകുകൾ തുറക്കാനാണ്. Amen. Hallelujah. ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കും. Yes. Come on. ദൈവം ചില ജനാലകൾ നമ്മുടെ മുമ്പിൽ അടയ്ക്കുന്നത് Amen. ചില വലിയ കതകുകളെ തുറക്കാനാണ്. I receive it. വിശ്വസിക്കുന്നവർ ഒന്ന് കരമടിച്ചതൊന്ന് സ്വീകരിച്ചാട്ടെ. Yes. Rababa shekele regaba. മരുഭൂമിയിൽ നീ കണ്ടിട്ടില്ലാത്ത ഉറവ, Amen. ഹാഗാറേ, ഇശ്മയേലേ, Yes. നിനക്ക് വേണ്ടി ദൈവം തുറന്നിട്ടുണ്ട്. Amen. ഒന്ന് ഭാവി നഷ്ടപ്പെട്ടവൻ, എല്ലാം ഉണ്ടായിട്ടും Yes. യേശു കർത്താവ് നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരും. Amen. രണ്ടാമതായി കുരുടന്റെ രണ്ടാമത്തെ പ്രത്യേകത, കുരുടന്മാർക്ക് വേഗതയില്ല. അറിയാവും, Yes. നിങ്ങളെപ്പോലെ സ്പീഡില്ല, പെതുക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാഴ്ചയില്ലാത്തവർക്ക് പെതുക്കെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും, പെതുക്കെ വണ്ടി കയറാൻ പറ്റും, പെതുക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റും, പെതുക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വളരെ സ്ലോയിലാണ്, വേഗത നഷ്ടപ്പെട്ടവൻ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രത്യേകത, നഷ്ടപ്പെട്ട വേഗതകളെ Amen. അവൻ തിരിച്ചു തരും. Hallelujah. 5 കൊല്ലം കൊണ്ട് കായ്ക്കേണ്ട ബദാം ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി ഒറ്റ രാത്രി കൊണ്ട് തള്ളും. Amen. 7 ദിവസം കൊണ്ട് ഓടിയെത്തേണ്ട ഹോരേബ് പർവ്വതത്തിൽ നീ ഒറ്റ ദിവസം കൊണ്ട് ഓടിയെത്തും. Amen. 5 കൊല്ലം കൊണ്ട് നടക്കേണ്ട മതില് പണി 52 ദിവസം കൊണ്ട് തീർക്കും. Amen. 5 കൊല്ലം എടുത്തുണ്ടാകേണ്ട മുന്തിരിച്ചാറ് വീഞ്ഞ് ഒറ്റ സെക്കൻഡ് കൊണ്ട് ശ്രേഷ്ഠമേറിയ വീഞ്ഞാകും. Hallelujah. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നെ വാലല്ല. ആ വാക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? എന്തുവാ വാക്കിന്റെ അർത്ഥം? ഞാൻ നിന്നെ വാലല്ല തലയാകും എന്ന് പറഞ്ഞപ്പോൾ എല്ലാം കൂടെ എഴുന്നേറ്റ് തലയാട്ടി ആമീനും പറഞ്ഞ് എണ്ണീറ്റ് സ്വോത്രവും പറഞ്ഞു. എന്തുവാ വാക്കിന്റെ അർത്ഥം? ഈ ബൈബിള് വായിക്കുമ്പോൾ നാച്ചുറലായി സിമ്പിളായിട്ട് വായിക്കണം. വലിയ പിടുത്തം പിടിക്കാൻ പോയാൽ ഒന്നും മനസ്സിലാകത്തില്ല. വാലെവിടാ ഇരിക്കുന്നേ? പശുവിന്റെ വാലെവിടാ? കുരങ്ങിന്റെ വാലെവിടാ? പുറകിലല്ലേ? തലയല്ലേ ആദ്യം കാണുന്നേ? തല, ഹെഡ് ഈസ് ഫസ്റ്റ് എന്നല്ലേ? തലയല്ലേ ആദ്യം, വാല് പുറകിലല്ലേ? ഞാൻ നിന്നെ വാലല്ല തലയാക്കും എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി ഞാൻ പറയാം, നീ പുറകിലായി പോയെടുത്തുനിന്ന് ഞാൻ നിന്നെ മുന്നിൽ കൊണ്ടുവരും. Amen. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന്, നീ പലയിടത്തും പുറകിലായി പോയെടുത്തുനിന്ന് ഞാൻ നിന്നെ മുന്നിൽ കൊണ്ടുവരും. Amen. 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 ഹല്ലേലൂയ. ഇതെല്ലാം ഇന്ന് ഇവിടെ ചിലരുടെ മേളിൽ ഒരു പ്രൊഫസി ആയിട്ട് വീഴട്ടെ. Amen. Hallelujah. 3, കുരുടന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? എല്ലാം ഉണ്ടായിട്ടും ഭാവി നഷ്ടപ്പെട്ടവൻ. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? വേഗത നഷ്ടപ്പെട്ടവൻ. മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? പുതുമ നഷ്ടപ്പെട്ടവൻ. എന്താണ്? കുരുടന്മാർക്ക് എന്തെങ്കിലും പുതുമയുണ്ടോ? പുതിയ സാരി, പുതിയ ഷർട്ട്, പുതിയ പാൻസ്, പുതിയ വീട്, പുതിയ കാറ്, ഇതുവെല്ലാം കുരുടന്മാർക്കുണ്ടോ? പുതുമയില്ലാത്തവനാണ് കുരുടൻ. അവനൊന്നും പുതുമയില്ല. അവന്റെ മുമ്പിൽ ഒറ്റ കളറേ ഉള്ളൂ, അത് ഇരുട്ടാണ്, അത് ബ്ലാങ്ക് ആണ്.
എന്നാൽ ഒരുവനെ യേശു കണ്ടാൽ, ഒരുവനെ യേശു തൊട്ടാൽ സകലവും പുതുതാകും. Amen. ഞാൻ വളരെ ശാന്തമായിട്ടാണ് ഈ പറയുന്നതെങ്കിലും ഇത് സത്യമാണ്. 2 കൊരിന്ത്യർ 5:17 ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. Amen. ഈ ജീവിതത്തിൽ പുതുമ നഷ്ടപ്പെട്ടവരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? അങ്ങനെയുള്ളവരുണ്ട്. എന്താന്ന് പറഞ്ഞുതരാം. എൻ്റെ പൊന്നു പാസ്റ്ററെ, എൻ്റെ പൊന്നു ബ്രദറെ, രാവിലെ എഴുന്നേൽക്കുന്നു, അടുക്കള ജോലി ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, പണിക്ക് പോകുന്നു, രാത്രി വരുന്നു, കിടന്നുറങ്ങുന്നു, അടുത്ത ദിവസം രാവിലെ എണീക്കുന്നു. ജീവിതത്തിൽ എല്ലാം ഇങ്ങനൊരു സൈക്കിള് പോലെ പോവാണ്. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല, മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, പുതിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എല്ലാ ദിവസവും ഒരുപോലെ, എല്ലാ വർഷവും ഒരുപോലെ. അങ്ങനെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ എഴുതി വെച്ചോ, ഇന്ന് ഇവിടെ നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതൻ, നിങ്ങൾക്കില്ലാത്തൊരു വിശ്വാസം എനിക്കുണ്ട്. എന്റെ ഒപ്പം കർത്താവിന്റെ ഏഞ്ചൽ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. ആ ദൈവത്തിന്റെ ദൂതൻ നിന്റെ ഫയൽ നിന്ന് എടുത്തിരിക്കും. എന്നിട്ട് ആ ബ്ലാങ്ക് പേപ്പറിൽ നിന്റെ ജീവിതത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഫയലിനകത്ത് പുതുതായി ചിലതും കൂടെ എഴുതി ചേർക്കും. വിശ്വസിക്കുന്നവർ ഒന്ന് കരമടിച്ച് ചില പുതിയതായ ചില കാര്യങ്ങൾ, പുതിയ തലങ്ങൾ, പുതിയ ഉറവകൾ, പുതിയ വഴികൾ യേശുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ. ഞാൻ വീണ്ടും ആ വിഷൻ കാണുകയാണ്. നിന്റെ ജീവിതത്തിന് വേണ്ടി ദൈവം ചിലത് പുതുതായി എഴുതി ചേർക്കുകയാണ്. എന്നെ കുറിച്ച് ഞാൻ എഴുതുന്നതല്ല, ദൈവം ചിലത് എഴുതി ചേർക്കും. ദൈവം ചിലത് എഴുതി ചേർക്കും. ദൈവം എഴുതട്ടെ. എന്റെ ജീവിതത്തിൽ ബ്ലാങ്കായി കിടക്കുന്ന മേഖലയിൽ ഫില്ല് ചെയ്യാനുള്ളിടത്ത് ഞാൻ എഴുതുന്നില്ല, എനിക്ക് വേണ്ടി ദൈവം ചിലത് എഴുതി ചേർക്കട്ടെ. ഞാൻ ആത്മാവിൽ നിന്നത് കാഴ്ച കാണുകയാണ്. ദൈവം ചിലത് എഴുതി ചേർക്കട്ടെ. പുതുമയില്ലാത്തവർ ഇതിനകത്തുണ്ടെങ്കിൽ കർത്താവ് സകലത്തെ പുതുതാക്കും. യേശു സകലത്തെ പുതുതാക്കും. യെശയ്യാ 43:18-19 മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നിരൂപിക്കണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ആ പുതിയ ബിസിനസ്, നാളുകളായിട്ട് ആ ബിസിനസ് തുടങ്ങാൻ, നാളുകളായിട്ട് ആ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുവയ്ക്കാൻ നീ ശ്രമിച്ചിട്ടും ശ്രമം വിഫലമായി പോയെടുത്തുന്ന ഈ 2026 ഒരു വലിയ വിക്ടറി ആ മേഖലയിൽ കർത്താവ് നിനക്ക് വേണ്ടി അയക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നിരൂപിക്കണ്ട. മരുഭൂമിയിൽ ഒരു വഴിയും, മരുഭൂമിയിൽ ഒരു വഴിയും, നിർജ്ജനമായ പ്രദേശത്ത് നീരൊഴുക്കുകൾ ഉണ്ടാവുന്നു, നദി ഉണ്ടാവുന്നു, വിൽഡർനെസ്സിൽ റിവർ ഉണ്ടാവുന്നു. ഞാൻ ചോദിക്കട്ടെ സിസ്റ്റർ, ബ്രദറെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു വലിയ വിൽഡർനെസ്, വലിയൊരു മരുഭൂമി വരച്ചാൽ ആ മരുഭൂമിയുടെ നടുക്കൂടെ ഒഴുകുന്ന നദി വരയ്ക്കുവോ? പറ. മരുഭൂമിയുടെ നടുക്കൂടെ ഒരു നദി ഒഴുകുന്ന പടം വരയ്ക്കുവോ? വരയ്ക്കില്ലല്ലോ. അപ്പൊ ഒരു വരപ്പുകാരന് നമുക്കൊന്നും നമ്മുടെ ബ്രെയിനകത്ത് പോലും നമുക്ക് ചിന്തിക്കാനോ ഇമാജിൻ ചെയ്യാനോ പോലും പറ്റാത്ത കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. കിട്ടുന്നുണ്ടോ? മരുഭൂമിയിൽ ഒരു വഴിയും, നിർജ്ജനമായ ആ വിൽഡർനെസ്സിൽ ഞാൻ റിവർ കൊണ്ടുവരുമെന്ന്, ഞാൻ നദി കൊണ്ടുവരുമെന്ന്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ ലൈഫിൽ ഈ 2026 പുതിയ ദൈവ പ്രവർത്തികൾ ഉണ്ടാകട്ടെ, പുതിയ ദൈവ പ്രവർത്തികൾ ഉണ്ടാകട്ടെ, പുതിയ ദൈവ പ്രവർത്തികൾ ഉണ്ടാകട്ടെ. സകലത്തെയും പുതുതാക്കുന്ന കർത്താവ്
സകലത്തെയും പുതുതാക്കുന്ന കർത്താവ്. Amen. ഈ സൗഖ്യമായ കുരുടനെ അവൻ സൗഖ്യമായി കഴിഞ്ഞ ശേഷം പിന്നെ യേശുവിനെ കണ്ടിട്ടില്ല. അതറിയോ നിങ്ങൾക്ക്? വായിച്ചിട്ടുണ്ടോ? വായിച്ചു നോക്കണം വീട്ടിൽ ചെന്ന്. അവൻ ഹീലായി, നാട്ടിലെല്ലാം ഭയങ്കര പ്രശ്നം നടക്കുക. പക്ഷെ അവൻ സൗഖ്യമായതിന് ശേഷം പിന്നെ അവനെ യേശു വിളിക്കുകയോ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. ആര് ലിസണിങ് മീ? Yes. സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? Yes. ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം ഉണ്ടായപ്പോ അത് യേശു അറിഞ്ഞു. അതറിഞ്ഞപ്പോ യേശു അവനെ കാണാൻ വന്നു. അതെന്നാന്നറിയാവോ? യോഹന്നാൻ 9:35. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്ന് യേശു കേട്ടു. എന്ന് യേശു കേട്ടു. എന്ന് വെച്ചാൽ നാട്ടുകാര് അവനെ പുറത്താക്കി, അവനെതിരായി എന്ന് യേശു കേട്ടപ്പോൾ യേശു അവനെ കാണാൻ വന്നു. പിടികിട്ടിയോ? എല്ലാവരും അവനെ കൈയൊഴിഞ്ഞു, എല്ലാവരും അവനെ പുറത്താക്കി, എല്ലാവരാലും അവൻ ഒറ്റപ്പെട്ടു എന്ന വാർത്ത യേശുവിന്റെ കാതിലെത്തിയപ്പോൾ യേശു അവനെ കാണാൻ വന്നു. Amen. ഞാൻ ഇവിടെ ഇരുന്നോണ്ടൊരു വാക്ക് പറയാം, നാട്ടുകാര് പുറത്താക്കിയവനെ യേശു അകത്താക്കും. Amen. Hallelujah. എല്ലാവരും ഒറ്റപ്പെടുത്തിയവനെ കാണാൻ ആരും വരാനില്ലെങ്കിലും അവന്റെ മുറിയിൽ ഇറങ്ങി വരുന്ന, അവന്റെ ഭവനത്തിൽ കടന്നു വരുന്ന, അവനെ തിരക്കി വരുന്ന, അവനെ അന്വേഷിച്ചു വരുന്ന ഒരു നല്ല ദൈവം അവനുണ്ട്. ഒരു നല്ല കർത്താവ് അവനുണ്ട്. Hallelujah. ഭാവി നഷ്ടപ്പെട്ടവൻ യേശു അവനെ കണ്ടതിനാൽ അവനൊരു പുതിയ ഭാവി ഉണ്ടായി. വേഗത നഷ്ടപ്പെട്ടവൻ വേഗതയുള്ളവനായി. പുതുമ നഷ്ടപ്പെട്ടവൻ അവന്റെ ജീവിതത്തിൽ സകലത്തെയും കർത്താവ് പുതുതാക്കി മാറ്റി. ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തുകൊണ്ടല്ല, ദൈവപ്രവൃത്തി ഇവനിൽ വെളിവാകേണ്ടതിനത്രേ. എന്തുകൊണ്ട് എന്നുള്ളതിന് ഉത്തരയില്ല. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? ആ കരങ്ങളെ മക്കളെ ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവേ, എന്നെ സൗഖ്യമാക്കണമേ. എറിയാൻ കയ്യിൽ കല്ലെടുത്തവരുടെ നടുവിൽ, അപമാനിച്ചവരുടെ നടുവിൽ, പക്വതയില്ലാത്തവരെന്ന് പറഞ്ഞവരുടെ നടുവിൽ, വിമർശിച്ചവരുടെ നടുവിൽ, ആക്രമിക്കുവാൻ ശ്രമിച്ചവരുടെ നടുവിൽ അവൻ അന്ധന്റെ കണ്ണ് തുറക്കാൻ കരുത്തുള്ളവനായിരുന്നു. അതിന്റെ എല്ലാം നടുവിലൂടെ അവൻ കടന്നുപോയി പാസ് ചെയ്തു. ഈ ലോകത്ത് കാണുന്ന ഒരു മഴകളും തോരാത്ത മഴകളല്ല, ഒരു കാറ്റുകളും അവസാനിക്കാത്ത കാറ്റുകളല്ല. ഓ ജീസസ്, ഓ ജീസസ്. ആരെയൊക്കെയോ കർത്താവ് ബലപ്പെടുത്തുകയാണ്. പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തിനരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു വാക്കും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തിനരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നി. ഞാനിപ്പോ ഈ പാട്ട് ഇന്നിവിടെ ഒത്തിരി ഹൃദയങ്ങളെ തൊടുന്നു. ഏതെങ്കിലും പ്രളയകാലം
നിലനിന്നിട്ടുണ്ടോ? കേരളം എല്ലാ പ്രളയങ്ങളെയും അതിജീവിച്ചില്ലേ? പറയൂ, മലയാളി പറയൂ. പ്രളയം കണ്ടപ്പോ എല്ലാവർക്കും തോന്നിയില്ലേ എല്ലാം കഴിഞ്ഞെന്ന്? പക്ഷെ കഴിഞ്ഞോ? കോവിഡ് വന്നപ്പോ എല്ലാരും ചിന്തിച്ചില്ലേ എല്ലാം കഴിഞ്ഞെന്ന്? കഴിഞ്ഞോ? ഇതും കടന്നു പോകും. ഈ സാഹചര്യത്തെ നീ ജയിക്കും. ആരോടൊക്കെയുള്ള യഹോവയുടെ അരുളപ്പാടായി കൂട്ടിക്കോ. ഇതിനെ നീ ഓവർകം ചെയ്യും. ഇതിനെ നീ അതിജീവിക്കും. ഇതിന്റെ മുകളിലൂടെ നീ നടക്കും. വിജയം ദൈവം നിന്റെ കരങ്ങളിൽ തരും. ഒരു ഗ്രേറ്റ് വിക്ടറി കർത്താവ് നിന്റെ ലൈഫിന്റെ മേളിൽ അയക്കും. ഓ തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തൻ അരികെ അവനുള്ളതാൽ ഒരു മഴയും ചോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ ക്ലോസ് യുവർ ഐസ് എവരിവൺ. ഭാവി നഷ്ടപ്പെട്ടവന് പുതിയ ഭാവി ഉണ്ടായത്, എല്ലാം ഉണ്ടായിട്ട് ഒന്നും അല്ലാത്തവനായി മാറിയവൻ പിന്നത്തേതിലെല്ലാമായി തീർന്നത്. വേഗത നഷ്ടപ്പെട്ട കുരുടന് വേഗത ഉണ്ടായത്, പുതുമയില്ലാത്തവൻ പുതിയ കാഴ്ചകൾ കാണാൻ തുടങ്ങിയത്. ഒറ്റ കാരണമാണതിന്, യേശു അവനെ കണ്ടു. യേശു അവനെ കണ്ടു. കർത്താവ് അവനോട് പറഞ്ഞത് അവൻ അനുസരിച്ചു.